ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ വലിയ അവസരങ്ങളാണ് ബാഴ്സയ്ക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത്. ഫസ്റ്റ് ലെഗ് മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. ബാഴ്സലോണ 1, അതുപോലെ തന്നെ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് 1. അപ്പോൾ ഈ മത്സരത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 12ാം സ്ഥാനത്ത് കളിക്കുന്ന ഒരു ടീമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും മികച്ചൊരു പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ ലീഗിൽ ഓൾറെഡി ഈ ഒരു ടീം ബാഴ്സലോണ ആയിട്ട് ഏറ്റുമുട്ടിയതാണ്. ആ മാച്ച് ബാഴ്സ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും മികച്ചൊരു പെർഫോമൻസ് അതേ ഗ്രൗണ്ടിലാണ് ഈ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു ന്യൂകാസ്റ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും മികച്ചൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാഴ്സ ഫാൻസും അത് തന്നെ ആയിരിക്കണം, അവരും പ്രതീക്ഷിച്ച് കാണത്തില്ല. പക്ഷേ ന്യൂകാസ്റ്റൽ ഫിസിക്കലി അതുപോലെ ഹൈ പ്രസിംഗ്, ഈ രണ്ട് കാര്യത്തിലും ബാഴ്സയ്ക്ക് മുകളിൽ വലിയൊരു ആധിപത്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ മാച്ച്. അത് പറയാതിരിക്കാൻ പറ്റില്ല. വലിയ രീതിയിലുള്ളൊരു ആധിപത്യം ബാഴ്സയ്ക്ക് മുകളിൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫിസിക്കൽ ഗെയിമിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ആ ഒരു പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ പ്രസ്സിംഗ് ആണ്. തുടക്കത്തിൽ ആദ്യത്തെ 10 മിനിറ്റ് എന്താണ് നടക്കുന്നതെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ 70 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഹൈ പ്രസ്സിങ്, ഹൈ അറ്റാക്കിംഗ് ആയിരുന്നു ന്യൂകാസ്റ്റൽ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ബാഴ്സയിലേക്ക് വരുമ്പോൾ സാധാരണ ബാഴ്സലോണയുടെ ആ ഒരു അറ്റാക്കിങ്ങിനെ എല്ലാവരും പുകഴ്ത്താറുണ്ട്. കിഡിലൻ അറ്റാക്കാണ്, വേൾഡ് ക്ലാസ് സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഡിഫൻസ് മോശമാണ്. പക്ഷേ ഈ മാച്ചിൽ നേരെ തിരിച്ചായിരുന്നു. ബാഴ്സയുടെ ഡിഫൻസ്, ഞാൻ ഇത്രയും മികച്ച രീതിയിൽ ബാഴ്സ ഹാൻസ് ഫ്ലിക്കിന്റെ കീഴിൽ ഡിഫെൻഡിങ് ചെയ്യുന്നത് ഇപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ സീസണിൽ ആ ഒരു എൽ ക്ലാസിക്കലൊക്കെ ഉണ്ടായിരുന്നു, 10 പേരായിട്ട് ചുരുങ്ങിയ സമയത്തൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങളിൽ മോശം ഡിഫെൻഡിങ് ആണ് ബാഴ്സ ചെയ്യാറ്. പക്ഷേ ഈ മാച്ചിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിങ് ബാക്ക് ആയിട്ട് കളിച്ചിരുന്നത് റൊണാൾഡോ അറോജോയായിരുന്നു. റൊണാൾഡോ അറോജോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അറ്റാക്കിങ്ങിലേക്ക് കൂടുതൽ പോയില്ല, ആ ഒരു ഡിഫൻസിൽ തന്നെ തുടർന്നു. അത് ടീമിന് വലിയ രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ ഡിഫൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അതുമാത്രമല്ല, അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം ഒരു നെഗറ്റീവ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ലാമിൻ യമാലിന് ആ ഒരു റൈറ്റ് വിങ്ങിൽ വിങ് ബാക്കിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലഭിക്കാറുണ്ട്. എന്നാൽ ഈ മാച്ചിൽ അത് നമ്മൾ കണ്ടില്ല. സാധാരണ ക്യാൻസലോ കളിക്കുന്ന സമയത്തും കൂണ്ടെ കളിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പലതവണ യമാലും ആ ഒരു വിങ് ബാക്കും തമ്മിലുള്ള ആ ഒരു പാസിങ്. പക്ഷേ ഈ മാച്ചിൽ അതൊന്നും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു നല്ല രീതിയിലുള്ള ഒരു കൂട്ടുകെട്ട് ആ ഒരു വിങ്ങിൽ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അതിനുള്ള കാരണം ഈ ഒരു റൊണാൾഡോ അറോജോ കുറച്ച് അറ്റാക്കിങ്ങിലേക്ക് പോകാതെ ആ ഒരു ഡിഫൻസിലേക്ക് കൂടുതൽ നിന്ന് കളിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡിഫൻസ് സേവ് ആക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതൊരു നല്ല മെന്റാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അടുത്തിനി മത്സരമുണ്ട്, ഹോമിൽ ഒരു മത്സരമുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ഗോളുകൾ കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഹോമിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ്. ബാഴ്സയുടെ ഹോമിലേക്ക് പോകുമ്പോൾ ബാഴ്സയ്ക്ക് കൂടുതൽ ഗോൾ അവിടെ സ്കോർ ചെയ്യാൻ പറ്റും, അവിടെ അവരുടെ സ്റ്റൈലിൽ അവർക്ക് കളിക്കാൻ പറ്റും. ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂകാസ്റ്റലിന്റെ ഫാൻസ് വേറെ ലെവലാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് ആ ടീമിന്, ഒരു ഹോം ഫാൻസ് ഏത് രീതിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യണോ ആ രീതിയിലാണ് ന്യൂകാസ്റ്റലിന്റെ ഫാൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് ലെഗ് നടക്കുന്നത് ക്യാമ്പ് നൗവിലാണ്. അവിടെ ഇതിലും സപ്പോർട്ട് ബാഴ്സയ്ക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇതിലും മികച്ചൊരു പെർഫോമൻസ് ബാഴ്സയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്നത് തന്നെയാണ്. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സലോണ ഈ മാച്ചിൽ 9 ഷൂട്ടുകൾ മാത്രമാണ് ഉതിർത്തത്, 2 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചത്. മറുഭാഗത്ത് 16 ഷൂട്ട് ഉതിർത്തു ന്യൂകാസ്റ്റൽ യുണൈറ്റഡ്, അതിൽ 4 അവർ ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബാഴ്സ 2 ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചതിൽ 1 പെനാൾട്ടിയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് അറ്റാക്കിങ്ങിൽ വലിയ ഡ്രോപ്പാണ് ഈ മാച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിൽ ഒരു ആധിപത്യം ഒന്നും പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു പെഡ്രിയെ സംബന്ധിച്ച് പെഡ്രിയുടെ ആ ടേണിങ്ങും ആ ഒരു ബോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അല്ലാത്ത വശം മിഡ്ഫീൽഡിൽ ക്രിയേറ്റിവിറ്റി അതൊക്കെ പങ്കരമായിട്ട് നമുക്ക് മിസ്സായി. ആ ഒരു സാധാരണ ബാഴ്സയുടെ ഗെയിമിൽ കാണുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും ഈ മാച്ചിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ വളരെ മികച്ച രീതിയിൽ ഡിഫെൻഡിങ് ബാഴ്സ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ മാച്ച് കണ്ടപ്പോൾ. കാരണം ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് ഹൈലൈൻ ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് തന്നെ അറ്റാക്കിങ്ങിൽ വളരെ മികച്ച കോൺട്രിബ്യൂഷൻസ്, ചാൻസ് ക്രിയേഷൻ ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസ് വളരെ വീക്കായിരുന്നു. പക്ഷേ ഈ മാച്ചിൽ വളരെ മികച്ച രീതിയിൽ ഡിഫെൻഡിങ് ചെയ്തു. ഇനി നമുക്ക് ഗോളുകളിലേക്ക് വരാം. ആദ്യത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അതൊരു ഡിഫൻസീവ് എററിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. റൊണാൾഡോ അറോജോ അദ്ദേഹത്തിന്റെ പൊസിഷനിലില്ല, അദ്ദേഹത്തിനൊരു എഞ്ചുറി പറ്റിയിട്ടുണ്ട്. എഞ്ചുറി എന്ന് പറയുമ്പോൾ ആ ഒരു ലാസ്റ്റ് മൂമെന്റിൽ എഞ്ചുറി പറ്റുന്നു, അദ്ദേഹം ഗ്രൗണ്ടിന് പുറത്താണ്. അതിനുശേഷം ഗ്രൗണ്ടിന് അകത്തേക്ക് കയറുകയാണ്, അദ്ദേഹം നിരങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ടിലേക്ക് അകത്തേക്ക് വരുന്നു, റെഫറി പുറത്ത് നിൽക്കാൻ പറയുന്നു. അപ്പോൾ സാധാരണ ഇത് ഒരു ഇഞ്ചുറി പറ്റുന്ന സമയത്ത് റെഫറി കുറച്ച് നേരം പുറത്ത് നിൽക്കാൻ പറയുന്നതാണ്. ആ ഒരു ഗ്യാപ്പിൽ ആയിരുന്നു ന്യൂകാസ്റ്റലിന് ആ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവർ അത് കൊണ്ടുപോയി ഗോളാക്കി. അത് അവിടെ ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യേണ്ട പ്ലെയർ റൊണാൾഡോ അറോജയാണ്.
റൊണാൾഡോ അറോജോയ്ക്ക് പകരം അവിടെ ആ ഒരു മാർക്കിംഗ് ചുമതല ഏറ്റെടുത്ത് അങ്ങോട്ട് പോയത് റാഫീഞ്ഞ ആയിരുന്നു. പക്ഷെ റാഫീഞ്ഞ സാധാരണ നാച്ചുറലി കുറച്ച് അറ്റാക്കിങ്ങിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഡീപ്പ് ഡിഫൻസിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ആ ഒരു മൂമെന്റിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അത് ഗോളായി. അതിനുശേഷം ബാഴ്സ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ബാഴ്സയെ സംബന്ധിച്ച് ആ ഒരു ഗോൾ എങ്ങനെയും വരണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി വരാൻ ചാൻസ് ഉണ്ട്. 4 മിനിറ്റ് ആഡ് ടൈം കൊടുത്തിട്ട് 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു പെനാൽറ്റി വന്നത് എന്നത്. അത് എനിക്കൊരു പ്രശ്നമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 മിനിറ്റ് കൊടുക്കുമ്പോൾ 4ാമത്തെ മിനിറ്റിൽ ഒരു അറ്റാക്ക് നടത്തുവാണ്. ആ അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ശേഷമായിരിക്കും റെഫറി ആ ഒരു വിസിൽ മുഴക്കാറ്. സാധാരണ എല്ലാ മാച്ചിലും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അവസാന മൊമെന്റിൽ കിട്ടിയ പെനാൽറ്റി വന്ന സമയത്ത് മിക്ക ഫാൻസും വിചാരിച്ച് കാണും അത് യമാലിനെ കൊണ്ട് എടുക്കരുത്, റാഫീഞ്ഞ എടുക്കണം. ഞാനും വിചാരിച്ചു റാഫീഞ്ഞ എടുത്താൽ കൊള്ളാം. പക്ഷെ യമാല് അത് വളരെ കാമായിട്ട് ഫിനിഷ് ചെയ്തു. 18 വയസ്സേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതുപോലത്തെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഒരു നോക്കൗട്ട് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ കിട്ടുന്ന ഒരു പെനാൽറ്റി എന്ന് പറയുന്നത് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ ട്രോളൊക്കെ ഏറ്റു വാങ്ങേണ്ടി വരും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഒരു കിടിലൻ മൈൻഡായിട്ട് പോയി നല്ല ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ഗോളാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ എടുത്തു പറയാൻ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ബാഴ്സയുടെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് 2 സെൻറ്റർ ബാക്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. റാഫീഞ്ഞയെ സംബന്ധിച്ച് കളിയുടെ തുടക്കത്തിൽ കുറച്ച് ഷൂട്ടൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത്, കറക്റ്റ് പാസ് ചെയ്യേണ്ട സമയത്ത് അടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കളി അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. യമാൽ അതുപോലെ തന്നെ. പക്ഷേ യമാലിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഈ മാച്ചിൽ കണ്ടിട്ടില്ല. ഡിഫൻസ് മാത്രമാണ് പ്രോപ്പറായിട്ട് നിന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ന്യൂകാസിനെ സംബന്ധിച്ച് അവർ കുറേ അറ്റാക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ. അവർ അറിയാലോ കുറേ 16ഓളം ഷൂട്ടാണ് അവർ അടിച്ചിട്ടുണ്ടായിരുന്നത് ഈ മാച്ചിൽ. അപ്പോൾ കുറേ അറ്റാക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. 4 ഓൺ ടാർഗറ്റ് മാത്രമാണ് എത്തിയത്. അപ്പോൾ ഈ ഒരു മാച്ച് കഴിയുന്ന സാഹചര്യത്തിൽ ബാഴ്സയ്ക്ക് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറന്നു നടക്കുന്നത്. കാരണം അടുത്ത മത്സരം ഹോമിൽ നടക്കുന്നു. അത് മാത്രമല്ല ആർക്കും അഡ്വാൻറ്റേജ് ഇല്ലാതെയാണ് വരുന്നത്. ഒരു ഗോൾ മാർജിനിൽ ജയിച്ചാൽ പോലും ബാഴ്സയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. ഡിഫൻസ് പിടിച്ച് കളിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് പോലെ ഒരു ടീം, പാർക്ക് ദ ബസ് കളിക്കുന്ന ആ ടീമിനെതിരെ 3 ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ന്യൂകാസ്റ്റലിനെതിരെയും അവർക്ക് മിനിമം ഒരു ഗോൾ അത് അടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ടുള്ള തോന്നുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ആണ്. 2 വിങ് ബാക്കിന് ഇഞ്ചുറിയാണ്. അത് മാത്രമല്ല ഈ മാച്ചിലേക്ക് പോകുമ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഗാൾഫിയ അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു മസിൽ ഡിസ്കംഫർട്ട് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഈ മാർക്ക് ബെർണാഡിന് വെണ്ണിയും ഇഞ്ചുറി വന്നിരിക്കുകയാണ്. ആ ഒരു പ്ലെയർ കുറച്ച് കഴിഞ്ഞ 2 മാച്ചിൽ നന്നായിട്ട് കളിച്ച് വന്നതാണ്. ഈ മാച്ചിനകത്ത് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇഞ്ചുറീസ് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ബാഴ്സയ്ക്ക് മാത്രമല്ല, അത് എല്ലാ ടീമിനും ഈ സീസണിൽ നോക്കുമ്പോൾ മിക്ക ടീമിനും ഇഞ്ചുറി വലിയൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടേൽ.